കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കണ്ണൂർ ചെറുപുഴയിൽ കെ.എസ്.ഇ.ബിക്ക് കോടികളുടെ നാശനഷ്ടം. പ്രാഥമിക കണക്കനുസരിച്ച് ചെറുപുഴ കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസ് പരിധിയിൽ മാത്രം 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. യഥാർത്ഥ കണക്ക് ലഭ്യമാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വരുന്നതേയുള്ളൂ. ട്രാൻസ്ഫോമറുകളും വൈദ്യുതി തൂണുകളും കാറ്റിൽ നിലം പൊത്തി. വിശ്രമമില്ലാതെ പണിയെടുത്താണ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. കർഷകർക്ക് നഷ്ടം 60 ലക്ഷത്തോളം. ലഭ്യമായ കണക്കുകൾ പ്രകാരം ചെറുപുഴ കൃഷിഭവൻ പരിധിയിൽ ഏകദേശം 60 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത്. യഥാർത്ഥ നഷ്ടം 1.5 കോടിക്ക് മേൽ വരുമെന്നാണ് കൃഷിഭവൻ ജീവനക്കാർ പറയുന്നത്. 52ഓളം കർഷകർ മാത്രമാണ് ഓൺലൈനായി അപേക്ഷ നൽകിയത്. കാര്യമായ നഷ്ടം സംഭവിച്ച കർഷകർ 200-ലേറെ വരും. ചൂരപ്പടവ് മേഖലയിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിക്കാത്തവർ കുറവാണ്. സർക്കാർ റേറ്റ് പ്രകാരം വിളകൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വെച്ചാണ് കൃഷിഭവൻ നഷ്ടം കണക്കാക്കുന്നത്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഒരു വിള നശിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നഷ്ടപരിഹാര തുക തുച്ഛമായതിനാലും കിട്ടാൻ താമസമുള്ളതിനാലും കർഷകർ അപേക്ഷ നൽകാൻ മടിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാലേ കൃഷിഭവനിൽ നിന്ന് യഥാർത്ഥ കണക്കുകൾ ലഭ്യമാകുകയുള്ളൂ. കാറ്റിൽ കോഴി കർഷകന്റെ ഫാം പൂർണ്ണമായും നിലംപൊത്തി. പ്രാപ്പോയിൽ പെരുന്തടത്തിലെ നടക്കുന്നിൽ സജി തോമസിന്റെ ഫാമാണ് കാറ്റിലും കമ്പം കൊടിഞ്ഞു വീണും പൂർണ്ണമായും നശിച്ചത്. 1000 കോഴികളെ വളർത്താവുന്ന ഫാമായിരുന്നു. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. കോഴിയെ വിറ്റ ശേഷമായതിനാൽ വലിയ നഷ്ടം ഒഴിവായി. ഫാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സജി ഓടി പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ കോഴി ഫാം.